മഴ തോരാതെ മലയോര മേഖല ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ്. വെള്ളിയാമറ്റത്ത് 2 ക്യാമ്പുകൾ തുറന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഇടുക്കിയിലെ മഴ സാഹചര്യം വളരെ അതിതീവ്രമായിട്ടുള്ള ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അടക്കം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ? ഇന്നലെയടക്കം മലയോര മേഖലയിൽ ശക്തമായ മഴയില്ലാത്തത് വലിയൊരു ആശ്വാസമാണെന്ന് തന്നെ പറയാം. പക്ഷേ ലോ റേഞ്ചിൽ രേഖപ്പെടുത്തിയത് ശക്തമായ മഴയാണ്. തൊടുപുഴയിലും പരിസര പ്രദേശത്തുമാണ് മണിക്കൂറുകൾ തോരാതെ ഇന്നലെ മഴ പെയ്തത്. ഇന്നലെ 3:30 മണിയോടെ തുടങ്ങിയ മഴ ഏകദേശം 8 മണിയോടെ ശക്തമായി തന്നെ മഴ പെയ്തു എന്ന് വേണം നമുക്ക് പറയാൻ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം മരങ്ങൾ വീണും അതോടൊപ്പം മണ്ണിടിഞ്ഞു വീണും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലായിരുന്നു. കുളമാവിന് സമീപം റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണ് ആദ്യത്തെ മരം വീണത് ഇവിടെയായിരുന്നു. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലായിരുന്നു. ഇവിടെ മരം ഒടിഞ്ഞു വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പോലീസും നാട്ടുകാരും എത്തിയാണ് ഈ മരം വെട്ടിനീക്കി പിന്നീടുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതോടൊപ്പം തന്നെ സംസ്ഥാന പാതയിലെ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു. കരുപ്പിലങ്ങാതാണ് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഈ വീടിന്റെ ഒരു സൈഡിലെ ഭിത്തി മറിഞ്ഞ് 35 വയസ്സുള്ള സ്ത്രീക്ക് ചെറിയ രീതിയിലുള്ള പരിക്കേറ്റ് ഇവരെ രക്ഷപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ എടുത്തു പറയേണ്ട ഒരു ആശ്വാസവാക്കെന്ന് പറയുന്നത് ഒരിക്കലും ഒരു വലിയൊരു അപകടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അവർക്കെതിരെ ഒരു വലിയ അപകടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അത്തരത്തിലുള്ള മഴയായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളിയമറ്റം പഞ്ചായത്തിലെ ഈ വടക്കനാർ കരകവിഞ്ഞ് ഇവിടെയുള്ള പാലത്തിലും വെള്ളം കയറിയാൽ ഇവിടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഈ വെള്ളിയമറ്റം വില്ലേജിൽ അടിയന്തര സാഹചര്യത്തിൽ തുറന്നിരിക്കുന്നത്. സെന്റ് ജോസഫ് LP സ്കൂളിലും അതോടൊപ്പം തന്നെ CKVHS വെള്ളിയമറ്റം ഈ 2 സ്കൂളുകളിലാണ് ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത്. ഈ ക്യാമ്പുകളിൽ ഒരു സെന്റ് ജോസഫ് LP സ്കൂൾ പന്നിമറ്റയിൽ 2 കുടുംബവും അതോടൊപ്പം തന്നെ വെള്ളിയമറ്റ CKVHSൽ 3 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. മലങ്കര ഡാമിലെ 5 ഷട്ടറുകൾ 1.5 മീറ്റർ വീതം ഇപ്പോൾ ഉയർത്തി ജലം പുറത്തേക്ക് വെക്കുന്നുണ്ട്. മഴ ശക്തി പ്രാപിച്ചാൽ തന്നെ ഈ 6 ഷട്ടറുകളും 2 മീറ്റർ വീതി 6 ഷട്ടറുകളും തുറക്കാൻ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരിക്കുന്നത്. 2 മീറ്റർ വീതം ഷട്ടറുകൾ തുറക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊടുപുഴ മൂവാറ്റുപുഴ ആറിന്റെ തീരത്തുള്ളവർ വളരെയേറെ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെയടക്കം ജില്ലാ ഭരണകൂടം ഇടുക്കിയിലേക്കുള്ള രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഏതായാലും മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് വലിയൊരു സാധ്യത ഉള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം കനത്ത മൂടൽമഞ്ഞാണ്. ഗ്യാപ്പ് റോഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കനത്ത മൂടൽമഞ്ഞാണ് ഇന്നലെ വരെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വാഹന യാത്രികർ ഇതുവഴി പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് പറഞ്ഞത്. കാരണം കനത്ത മൂടൽമഞ്ഞിൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെ നിലവിലുണ്ട്. ഏതായാലും ലോ റേഞ്ചുകളിൽ ഇപ്പോഴും മഴ ശക്തി പ്രാപിച്ച് തുടരുന്നുണ്ട്. മലയോര മേഖലയിൽ ഈ വലിയ മഴ കാര്യമായി ഇല്ലാത്തത് വലിയൊരു ആശ്വാസമായി തന്നെ പറയാൻ സാധിക്കും. ബിനീഷ്, ഇന്ന് 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. നിലവിൽ എത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇടുക്കി ജില്ലയിൽ തുറന്നിട്ടുണ്ട്? ഇനി ഏതെങ്കിലും ഭാഗങ്ങളിലുള്ള ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇന്നലെ തുറന്നിരുന്നത്. ഇന്ന് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ വേണ്ടി വന്നാൽ തുറക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞത്. കാരണം രാത്രികാലത്ത് മാത്രം ഈ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിക്കൊണ്ടുപോകുന്നത് വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. കാരണം അപകട മേഖല വിവിധ വില്ലേജ് ഓഫീസർമാരെ ജില്ലയിലെ വിവിധ വില്ലേജ് ഓഫീസർമാരെ ഏകോപിച്ചുകൊണ്ട് അപകട മേഖല ഉള്ള സ്ഥലങ്ങളിലെ ആളുകളെ ഉടൻ തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ് മലയോര മേഖലയിൽ. മഴ ശക്തി പ്രാപിച്ചാൽ തന്നെ മണ്ണിടിച്ചൽ സാധ്യതയുള്ള പല മേഖലകളും മൂന്നാർ അടക്കമുള്ള സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം പീരുമേട് അടക്കമുള്ള ലൈൻസുകളുടെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു. ഈ മേഖലയിലുള്ള ആളുകളെ വേണ്ടി വന്നാൽ വീട് മാറ്റി പാർപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം ഈ മേഖലകളിലെ ആളുകൾ സുരക്ഷിതരല്ല. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഈ മേൽക്കൂരി അടക്കമുള്ള ഇതെല്ലാം തന്നെ വലിയൊരു മേൽക്കൂരിയില്ലാത്ത വലിയൊരു ക്ലേശം തന്നെയാണ് ഇവിടെയുള്ള മേഖലയിലെ ആളുകൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ആളുകൾക്ക് വേണ്ടി വന്നാൽ തന്നെ ഈ കനത്ത മഴ
ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതി വിശേഷമുണ്ടെങ്കിൽ ഉടനെ തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ക്യാമ്പുകൾ വേണ്ടി വന്നാൽ കൂടുതൽ ക്യാമ്പുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖല കൂടുതൽ ജാഗ്രതയിലേക്ക് നീങ്ങുകയാണ്. ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 2 ക്യാമ്പുകൾ കൂടി തുറന്നിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി.